യുവതിയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ പ്രതി പിടിയിൽ. കൊച്ചി വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയ കേസിൽ പ്രതിയെ പോലീസ് പിടികൂടി മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കൊച്ചി പൊന്നുരുന്നി സ്വദേശിയായ ഷാജിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇരുവരും തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിക്കൊപ്പം യുവതി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കേസിൽ വഴിത്തിരിവായത്. ഇരുവരും കാറിൽ നിന്നിറങ്ങി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ട്രാക്കിന് സമീപം പിന്നീട് ഷാജി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളും പോലീസിന് കിട്ടി. ഈ സമയം ഷാജിയുടെ ഷർട്ടിൽ രക്തക്കറ പോലീസ് ശ്രദ്ധിച്ചു. ഈ സംശയമാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. കോട്ടയം സ്വദേശിനിയായ സുധാ ബേബി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. ഉപയോഗശൂന്യമായ പാളം ഏതെന്നറിയാതെ കൊലപാതകി മൃതദേഹം ഉപേക്ഷിച്ചതോടെയാണ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കുവാനുള്ള ആ ശ്രമം പാളിയത്. വൈറ്റിലയിലൂടെ കടന്നുപോയ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് ട്രാക്കിനോട് ചേർന്ന് യുവതിയുടെ മൃതശരീരം ആദ്യം കാണുന്നത്. അദ്ദേഹം റെയിൽവേ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചതാണോ എന്ന സംശയത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ട്രെയിൻ തട്ടി മരിച്ചതിൻ്റെ ലക്ഷണങ്ങളോ പരിക്കുകളോ അല്ല ആ മൃതദേഹത്തിൽ കണ്ടത്. മുഖത്ത് അടിച്ചതിൻ്റെ പാടുകളും ശരീരത്തിൽ രക്തക്കറയും പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളും കണ്ടതോടെ കൊലപാതകം എന്ന സംശയവുമായി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊലപാതകത്തിനുള്ള സാധ്യത പോലീസ് ഉറപ്പിച്ചു. മൃതദേഹത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണിൻ്റെ സിം വിശദാംശങ്ങൾ കോട്ടയം സ്വദേശി സുധാ ബേബി എന്ന യുവതിയിലേക്ക് പോലീസിനെ എത്തിച്ചു. ഏകദേശം 35 വയസ്സുള്ള യുവതിയെ കൊലപ്പെടുത്തി ട്രാക്കിൽ തള്ളാനാണ് കൊലപാതകി ശ്രമിച്ചത്. ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ആത്മഹത്യയെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്നും പ്രതി കരുതിയിരിക്കാം. എന്നാൽ എറണാകുളം കോട്ടയം ട്രാക്കിൻ്റെ സർവീസ് ഇല്ലാത്ത ഉപയോഗശൂന്യമായി കിടക്കുന്ന പാളത്തിലാണ് മൃതദേഹം പ്രതി ഉപേക്ഷിച്ചത്. ഇതോടെയാണ് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം പാളിയത്. വിശദമായ അന്വേഷണത്തിലാണ് യുവതിക്കൊപ്പം മറ്റൊരാൾ പോകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചത്. ഈ ദൃശ്യങ്ങളിൽ നിന്നുള്ള സൂചനകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് മരട് പോലീസ് കൊലപാതകിയായ ഷാജിയെ കണ്ടെത്തിയത്. കൊച്ചി വൈറ്റില മേൽപ്പാലത്തിന് തൊട്ടു താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നിരവധി സ്ഥാപനങ്ങൾ സമീപത്തുണ്ടെങ്കിലും രാത്രിയായാൽ വെളിച്ചമില്ലാത്ത ഈ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇനി സമീപവാസിയുടെ പ്രതികരണം കേൾക്കാം. അപ്പോൾ എന്നോട് ഒരു തുണി ചോദിച്ചു. ഒരു ബോഡി ഇവിടെ ഉണ്ട്, ഒരു ലേഡിയുടെ ബോഡിയാണ്. അപ്പോൾ ഒരു തുണി തരാമോ മുടി ഇടാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. ഇല്ല, ആ സമയത്ത് ഞാൻ വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ കാണിക്കുന്നില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ട്രെയിൻ തട്ടിയതാണെന്ന് വെച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ അവർ ഇല്ല എന്നോടൊന്നും ചോദിച്ചില്ല. തുണി ചോദിച്ചു ഇങ്ങോട്ട് വന്നത്. പ്രശ്നം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ആൾക്കാർ ഇവിടെ കൂടിയിരിക്കും, അവിടെ എപ്പോഴും ഒക്കെ ആൾക്കാരൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു. പക്ഷെ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ള എപ്പോഴും ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാക്ക് കടന്ന് ക്രോസ് ചെയ്ത് പോകുന്നത് എപ്പോഴും. അത് നൈറ്റിലാണെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല, എപ്പോഴും വെളിച്ചവും ആൾക്കാരും ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ്. ഇവിടെ പാലത്തിന്റെ അടിയിലേക്ക് വെളിച്ചമുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ രക്ഷ ഇവിടെയാണ്. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് ഹോസ്റ്റലിലുണ്ട്. അവരെപ്പോഴും ഈ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് രാത്രി അവർക്ക് രാത്രിയിൽ നൈറ്റ് ക്ലാസ് അവർക്ക് ഉണ്ടാവും ക്ലാസ് ചിലപ്പോൾ. അപ്പൊ അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ നൈറ്റിലാണ് ഇതിലൂടെ കടന്നു വരുന്നത്. ഒരു പ്രശ്നം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി പ്രതിയിലേക്ക് പോലീസ് എത്തുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് കാണുക. ബോഡി കിടക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷനാണ് അത് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റാഫ് വന്ന് അത് ഏരിയ കോർഡൺ ഓഫ് ചെയ്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇന്ന് ഇൻക്വസ്റ്റും തുടർ നടപടികളും കുറച്ച് എവിഡൻസ് കളക്ഷനും സയൻറ്റിഫിക് ടീമിൻ്റെ അനാലിസിസും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ പ്രഥമ ദൃഷ്ടിയ മനസ്സിലാവുന്ന ഒരു അസ്വാഭാവികതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ട വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു അസ്വാഭാവികതയുടെ കാര്യങ്ങൾ ഞങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വി ഹാവ് ടു റെസ്പെക്ട് ദ പ്രൈവസി ഓഫ് ദ വിക്ടിം. അസ്വാഭാവികതയുണ്ട് മരണത്തിൽ. അത് കാര്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, പ്രതിയിലോട്ടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. തുടർന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ട്രെയിനിൽ നിന്ന് വീണ് പരക്കിയേറ്റതിൻ്റെ ഒരു അതല്ല, ഇവിടെ വന്നിട്ട് തന്നെ നടന്നതായിരിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. സോ അതിനായിട്ടുള്ള എവിഡൻസസും അതിനായിട്ടുള്ള നടന്നിട്ടുള്ള ഒരു സബ്സിക്വൻറ്റ് കണ്ടക്റ്റും അതുപോലെ തന്നെ പ്രീവിയസ് കണ്ടക്റ്റിൻ്റെയും കുറച്ച് എവിഡൻസസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്.
പരിക്കായിട്ടുള്ളത് ദേഹത്ത് മുഖത്താണ് കൂടുതലായിട്ട് പരിക്ക് കാണുന്നത്. തുടർ കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേഷനിലെ കാര്യങ്ങളെല്ലാം അതെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് PMന്റെ ശേഷം മാത്രമേ നമുക്കൊരു ആധികാരികതയിലൂടെ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അതിപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ബന്ധുക്കളായിട്ട് സംസാരിച്ചു, അതെല്ലാം വി ഹാവ് ടു റെസ്പെക്ട് ദം. സോ അതൊന്നും പറയാൻ പറ്റില്ല. അസ്വാഭാവികതയുണ്ട്, വ്യക്തമായിട്ടുള്ള അസ്വാഭാവികതയുണ്ട്. അത് ഞങ്ങൾ നോക്കുന്നുണ്ട്. You will get to know. You will get to know in the meantime. So now let the process continue. We'll get back to you. Okay. ബ്ലഡ് സ്റ്റെയിൻ ഇവിടെയുണ്ട്. ഒരു കുറച്ച് എവിഡൻസസ് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ വെരിഫൈ ചെയ്ത് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റത്തില്ല. ബട്ട് അസ്വാഭാവികതയുണ്ട്. അത് അതെ, അതും കൂടി അസ്വാഭാവികത പറയും. ആണ്. വേറെ കുറച്ച് ആളുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമേ അറിയുവാൻ സാധിക്കൂ. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും വെളിവായിട്ടില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.